everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 60th lecture on Recovery and Refund of Income Tax, which is a subject for Semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about advance payment of tax, and in this lecture we are going to continue with the same topic, that is advance payment of tax. കഴിഞ്ഞ ലെക്ചറിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഹെഡ് പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് ബൈ ദി അസസി ഓഫ് ഹിസ് ഓൺ അക്കൗണ്ട് ഓർ ഇൻ പെർസ്യൂവൻസ് ഓഫ് ഓർഡർ ഓഫ് അസസിംഗ് ഓഫീസർ വിച്ച് കംസ് അണ്ടർ സെക്ഷൻ 210 ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961. ആൻഡ് ഇൻ ദിസ് ലെക്ചർ we are going to discuss installments of advance tax and due dates, which comes under section 211 of Income Tax Act 1961. Advance tax on the current income shall be payable by all assessees except mentioned in B, who are liable to pay the same as per the following table with effect from the financial year 2016-17. അതായത് കറണ്ട് ഇൻകത്തിൽ പേബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സ് എല്ലാ അസസീസും പേ ചെയ്യാൻ ലയബിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എല്ലാ ടാക്സ് പേയേഴ്സും അഡ്വാൻസ് ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആണ്. ആൻഡ് ഇവിടെ ക്ലോസ് ബിയിൽ ഡിസ്കസ് ചെയ്യുന്ന കേസുകൾ ഒഴികെ ബാക്കി എല്ലാവരും ഫിനാൻഷ്യൽ ഇയർ 2016-17 മുതൽ ഇനി പറയുന്ന ടേബിളിൽ പറയുന്ന മാനറിലാണ് അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ക്ലോസിൽ ആ ഡ്യൂ ഡേറ്റ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റും എമൗണ്ട് പേബിളുമാണ് കൊടുത്തിരിക്കുന്നത് അഡ്വാൻസ് ടാക്സിൻ്റെ. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഓൺ ഓർ ബിഫോർ 50th June, 50th ജൂണിലോ അതിന് മുൻപോ. ദെൻ എമൗണ്ട് പേബിൾ ആകുന്നത് നോട്ട് ലെസ് ദാൻ 15% ഓഫ് അഡ്വാൻസ് ടാക്സ്. പേബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ 15% കുറയാതെയുള്ള എമൗണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഡ്യൂ ഡേറ്റ്, അതായത് 50th ജൂണിനോ അതിന് മുൻപോ പേ ചെയ്തിരിക്കണം. ക്ലിയർ? രണ്ടാമത്തെ ഡ്യൂ ഡേറ്റ് നോക്കാം. ഓൺ ഓർ ബിഫോർ 50th September, 50th സെപ്റ്റംബറിനോ അതിന് മുൻപോ. ദെൻ എമൗണ്ട് പേബിൾ ആകുന്നത് നോട്ട് ലെസ് ദാൻ 45% ഓഫ് അഡ്വാൻസ് ടാക്സ്. ഇറ്റ് മീൻസ് 45% ഓഫ് അഡ്വാൻസ് ടാക്സ് ലെസ് ദ എമൗണ്ട് പെയ്ഡ് ഇൻ ഏർലിയർ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കേസിൽ 50th സെപ്റ്റംബറിനോ അതിന് മുൻപോ അഡ്വാൻസ് ടാക്സിൻ്റെ 45% കുറയാതെയുള്ള എമൗണ്ട് പേ ചെയ്തിരിക്കണം. ഇറ്റ് മീൻസ് ദാറ്റ് 45% ഓഫ് അഡ്വാൻസ് ടാക്സിൽ നിന്നും ഏർലിയർ ഇൻസ്റ്റാൾമെൻറ്റിൽ പേ ചെയ്ത എമൗണ്ട് ഓഫ് അഡ്വാൻസ് ടാക്സ് ലെസ് ചെയ്തിരിക്കണം. ഇവിടെ ഏർലിയർ ഇൻസ്റ്റാൾമെൻറ്റ് ഫസ്റ്റ് കേസിൽ പറഞ്ഞ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ആൻഡ് അതിൽ അഡ്വാൻസ് ടാക്സിൻ്റെ 15% കുറയാതെയാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. സോ സെക്കൻഡ് കേസിൽ പേബിൾ ആകുന്ന 45% ഓഫ് അഡ്വാൻസ് ടാക്സിൽ നിന്നും ഏർലിയർ ഇൻസ്റ്റാൾമെൻറ്റിൽ പേ ചെയ്ത 15% ഓഫ് അഡ്വാൻസ് ടാക്സ് ലെസ് ചെയ്യണം. ആൻഡ് നമുക്ക് മൂന്നാമത്തെ ഡ്യൂ ഡേറ്റ് നോക്കാം. ഓൺ ഓർ ബിഫോർ 50th December, 50th ഡിസംബറിനോ അതിന് മുൻപോ പേ ചെയ്യേണ്ടതാണ്. ആൻഡ് ദ എമൗണ്ട് പേബിൾ ഇസ് നോട്ട് ലെസ് ദാൻ 45% ഓഫ് അഡ്വാൻസ് ടാക്സ്. ഇറ്റ് മീൻസ് 45% ഓഫ് അഡ്വാൻസ് ടാക്സ് ലെസ് ദ എമൗണ്ട് പെയ്ഡ് ഇൻ ഏർലിയർ ഇൻസ്റ്റാൾമെൻറ്റ്സ്. അതായത് ഈ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കേസിലും അഡ്വാൻസ് ടാക്സിൻ്റെ 45% കുറയാതെയാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. ആൻഡ് ഇറ്റ് മീൻസ് ഈ അഡ്വാൻസ് ടാക്സിൻ്റെ 45% നിന്നും ഏർലിയർ ഇൻസ്റ്റാൾമെൻറ്റ്സിൽ പേ ചെയ്ത അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് ലെസ് ചെയ്യണം. ഇവിടെ ഏർലിയർ ഇൻസ്റ്റാൾമെൻറ്റ്സ് രണ്ടെണ്ണമുണ്ട്. ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ 15% ഓഫ് അഡ്വാൻസ് ടാക്സ് പേ ചെയ്യണമായിരുന്നു. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ 45% ഓഫ് അഡ്വാൻസ് ടാക്സിൽ നിന്നും ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ പേ ചെയ്ത 15% ഓഫ് അഡ്വാൻസ് ടാക്സ് ലെസ് ചെയ്ത എമൗണ്ട് പേ ചെയ്യണമായിരുന്നു. ഈ തേർഡ് കേസിലെ ഇൻസ്റ്റാൾമെൻറ്റിൽ പേബിൾ ആകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അഡ്വാൻസ് ടാക്സിൻ്റെ 45% നിന്നും ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കേസിലും സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കേസിലും പേ ചെയ്ത എമൗണ്ട് ലെസ് ചെയ്തതിന് ശേഷം ഉള്ള എമൗണ്ടാണ്. ക്ലിയർ? ആൻഡ് നമുക്ക് അടുത്ത ഡ്യൂ ഡേറ്റ് നോക്കാം. ഫോർത്ത് വൺ ഇസ് ഓൺ ഓർ ബിഫോർ 50th March, മാർച്ച് 50th അതിന് മുൻപായിട്ടോ പേ ചെയ്യേണ്ട ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ആൻഡ് ദ എമൗണ്ട് പേബിൾ ഇസ് 100% ഓഫ് അഡ്വാൻസ് ടാക്സ് ആസ് റെഡ്യൂസ്ഡ് ബൈ ദ എമൗണ്ട്സ് പെയ്ഡ് ഇൻ ഏർലിയർ ഇൻസ്റ്റാൾമെൻറ്റ്സ്. 50th മാർച്ചിനോ അതിന് മുന്നെയോ പേ ചെയ്യേണ്ട ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കേസിൽ അഡ്വാൻസ് ടാക്സിൻ്റെ 100% ഓഫ് എമൗണ്ടും പേബിൾ ആണ്.
ആൻഡ് ഈ ഇൻസ്റ്റാൾമെൻറ്റിൽ പേബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ 100%-ൽ നിന്നും ഏർലിയർ ഇൻസ്റ്റാൾമെൻറ്റ്സിൽ ഏതൊക്കെ എമൗണ്ട്സ് പേ ചെയ്തിട്ടുണ്ടോ ആ എമൗണ്ട്സ് ലെസ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഈ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കേസിന് മുന്നേ ഏർലിയർ ഇൻസ്റ്റാൾമെൻറ്റ് 3 ഉണ്ട്. ഈ 3 അഡ്വാൻസ് ടാക്സിൻ്റെ എത്ര % ആണ് പേബിൾ ആകുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തു. സോ ഈ 4th കേസ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റിൽ 100% ഓഫ് അഡ്വാൻസ് ടാക്സിൽ നിന്നും നേരത്തെ പേ ചെയ്ത അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട്സ് എത്രയാണോ അത് ലെസ് ചെയ്യണം. ക്ലിയർ? നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ടേബിളിൽ പറഞ്ഞിരിക്കുന്ന മാനർ പ്രകാരം അഡ്വാൻസ് ടാക്സിൻ്റെ പേയ്മെൻറ്റ് നടത്താത്ത കേസുകളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബി, an eligible assessee in respect of eligible business section 44AD or eligible profession section 44DA shall pay the whole amount of advance tax on or before 50th March of the relevant previous year. അതായത് സെക്ഷൻ 44AD പ്രകാരം ഒരു എലിജിബിൾ ബിസിനസ്സിലോ അല്ലെങ്കിൽ സെക്ഷൻ 44DA പ്രകാരം ഒരു എലിജിബിൾ പ്രൊഫഷനിലോ ഏർപ്പെട്ടിരിക്കുന്ന ഒരു എലിജിബിൾ അസസിയുടെ കേസിൽ ഈ എലിജിബിൾ അസസി അഡ്വാൻസ് ടാക്സിൻ്റെ ഹോൾ എമൗണ്ടും റിലവൻറ്റ് പ്രീവിയസ് ഇയറിലെ 50th മാർച്ചിനോ അല്ലെങ്കിൽ ഈ 50th മാർച്ചിന് മുൻപോ പേ ചെയ്തിരിക്കണം. എനി പേയ്മെൻറ്റ് ഓഫ് ടാക്സ് മെയ്ഡ് ഓൺ ഓർ ബിഫോർ 31st March ഷാൾ ഓൾസോ ബി ട്രീറ്റഡ് ആസ് അഡ്വാൻസ് ടാക്സ് പെയ്ഡ് ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ. ഇനി ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പേബിൾ ആകുന്ന ടാക്സിൻ്റെ എമൗണ്ട് ഉണ്ടല്ലോ, ആ ടാക്സിൻ്റെ എമൗണ്ട് 31st മാർച്ചിനോ അതിന് മുൻപോ ആണ് പേ ചെയ്യുന്നത് എങ്കിൽ ഈ പേ ചെയ്ത ടാക്സിൻ്റെ എമൗണ്ടും ആ ഫിനാൻഷ്യൽ ഇയറിൽ പേ ചെയ്ത അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യും. Where advance tax is payable on receipt of the demand notice from the assessing officer and such notice is served after any of the due dates, the whole or appropriate part of the advance tax shall be payable on or before each of such dates as falls after the date of service of the notice of demand. അതായത് അസസിംഗ് ഓഫീസറിൽ നിന്നും ഡിമാൻഡ് നോട്ടീസ് റിസീവ് ചെയ്തതിന് ശേഷമാണ് അഡ്വാൻസ് ടാക്സ് പേയബിൾ ആകുന്നത്. ആൻഡ് ഈ നോട്ടീസ് സെർവ് ചെയ്തിരിക്കുന്നത് ഡ്യൂ ഡേറ്റ്സ് കഴിഞ്ഞിട്ടാണ് എങ്കിൽ ഈ നോട്ടീസ് ഓഫ് ഡിമാൻഡ് സെർവ് ചെയ്തതിന് ശേഷം വരുന്ന ഡ്യൂ ഡേറ്റ്സിനോ അല്ലെങ്കിൽ ഈ ഡ്യൂ ഡേറ്റ്സിന് മുൻപോ ഈ അഡ്വാൻസ് ടാക്സിൻ്റെ ഹോൾ എമൗണ്ടോ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് പാർട്ടോ പേ ചെയ്യാവുന്നതാണ്. ക്ലിയർ? If the last day for payment of any installment of advance tax is a bank holiday, the assessee can make the payment on the next immediately following working day. അതായത് ഈ അഡ്വാൻസ് ടാക്സിൻ്റെ ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഒരു ബാങ്ക് ഹോളിഡേ ആണെങ്കിൽ അസസ്സിക്ക് ഈ ബാങ്ക് ഹോളിഡേ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഫോളോ ചെയ്തു വരുന്ന വർക്കിംഗ് ഡേക്ക് ഈ അഡ്വാൻസ് ടാക്സിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യാവുന്നതാണ്. ക്ലിയർ? In such a case, interest under section 234B and 234C would not be charged. അതായത് അഡ്വാൻസ് ടാക്സിൻ്റെ ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേ ബാങ്ക് ഹോളിഡേ ആയതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ഈ ബാങ്ക് ഹോളിഡേ ഫോളോ ചെയ്ത് വരുന്ന നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലാണ് പേയ്മെൻറ്റ് നടത്തുന്നത് എങ്കിൽ ആ ഒരു കേസിൽ സെക്ഷൻ 234Bയും സെക്ഷൻ 234Cയും പ്രകാരം വരുന്ന ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യില്ല. ക്ലിയർ? സെക്ഷൻ 234Bയിൽ വരുന്ന ഇൻട്രസ്റ്റിൻ്റെ കേസും സെക്ഷൻ 234Cയിൽ വരുന്ന ഇൻട്രസ്റ്റിൻ്റെ കേസും നമ്മളിനി കമ്മിങ് ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? The balance portion under advance payment of tax will be discussed in the next lectures. Thank you.